അപ്പം ഇൻഡേസ് 23 ബോറോയിങ് കോസ്റ്റ് ആണ് നമ്മൾ അടുത്ത സ്റ്റാൻഡേർഡ് നോക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ബോറോയിങ് കോസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് കുറേ കാര്യങ്ങളിൽ സാമ്യമുണ്ട്. ഒരിടത്ത് നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണും. അത് വേറൊരു സ്റ്റാൻഡേർഡിൻ്റെ ഇംപ്ലിക്കേഷൻ കൊണ്ടാണ്. ബോറോയിങ് കോസ്റ്റിൻ്റെ മീനിങ്ങിൽ കാണും. പിന്നെ ഒന്ന് രണ്ടിടത്ത് ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ബാക്കി മെജോറിറ്റി പ്രൊവിഷൻസ് സെയിം ആണ് AS-ലും ഇൻഡേസിലും നമ്മുടെ ബോറോയിങ് കോസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ ബോറോയിങ് കോസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവർ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് സ്കോപ്പിൽ അവർ പറയുന്നു ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ബൈ ആൻ എൻറ്റിറ്റി ഇൻ കണക്ഷൻ വിത്ത് ദി ബോറോയിങ് ഓഫ് ഫണ്ട്സ് ആണ്. ഓക്കെ, ബോറോയിങ് ഓഫ് ഫണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ദെൻ അതിൽ വരുന്ന അതർ കോസ്റ്റും, ഈ കോസ്റ്റുകൾ എല്ലാം കൂടിയാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ബോറോയിങ് കോസ്റ്റിൽ അത് ഒരു ക്വാളിഫയിങ് അസറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള ബോറോയിങ് കോസ്റ്റ് നമുക്ക് അസറ്റിലേക്ക് ആഡ് ചെയ്യാം. ബാക്കിയുള്ള ബോറോയിങ് കോസ്റ്റ് മുഴുവൻ നമ്മൾ എക്സ്പെൻസ് ഓഫ് ചെയ്യണം. അപ്പം ഈ ഒരു ക്രൈറ്റീരിയ എപ്പോൾ എക്സ്പെൻസ് ഓഫ് ചെയ്യണം, എപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യണം, അതിൻ്റെയൊക്കെ ഗൈഡൻസിന് വേണ്ടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഉള്ളത്. ഇവിടെ സ്റ്റാൻഡേർഡ് കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ദി സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് ഡീൽ വിത്ത് ആക്ച്വൽ ഓർ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്ലൂഡിംഗ് പ്രിഫേർഡ് ക്യാപിറ്റൽ നോട്ട് ക്ലാസിഫൈഡ് ആസ് ലയബിലിറ്റി. അപ്പോൾ നമുക്കിവിടെ എന്താ ബോറോയിങ് കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ്. നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നോൺ കറന്റ് ലയബിലിറ്റി അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റിയിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ കീഴിൽ ബോറോവിങ്സ് ഉണ്ട്. ആ ബോറോവിങ്സിനടിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഐറ്റം, അതുപോലെ തന്നെ നമ്മളുടെ ലീസ് ലയബിലിറ്റി പോലുള്ള ഐറ്റം, ഇങ്ങനെയുള്ള ഐറ്റത്തിലുള്ള ഏതാണ് ഇൻട്രസ്റ്റ്, അതർ കോസ്റ്റ്, ഇതാണ് ഈ സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിൽ വരിക. നമ്മളുടെ ഇക്വിറ്റിയുടെ കീഴിൽ കിടക്കുന്ന ഐറ്റത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പർപ്പസിന് വേണ്ടി പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ടാവും, കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ടാവും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇക്വിറ്റിയുടെയോ ലയബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാത്ത പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ ഇവാലുവേഷനൊക്കെ നമ്മൾ ആദ്യം കോൺസെപ്ഷ്യൽ ഫ്രെയിം വർക്കും അല്ലെങ്കിൽ നമ്മളുടെ ഷെഡ്യൂൾ 3 ഒക്കെ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞതാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അതിന്റെ നേച്ചർ അനുസരിച്ച് ഒന്നുകിൽ ഡെറ്റ് ആവാം അല്ലെങ്കിൽ ഇക്വിറ്റി ആവാം. ഡെറ്റ് ആണെങ്കിൽ അത് ബോറോയിങ് കോസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ പരിധിയിൽ വരും. ബോറോയിങ് ആണ്, ബോറോയിങ് കോസ്റ്റിന്റെ പരിധിയിൽ വരും. ഇക്വിറ്റി ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി കവേർഡ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് ബോറോയിങ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സ്റ്റാൻഡേർഡിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ചിലപ്പോൾ ഡെറ്റ് ആണെന്ന് പറയാം, ചിലപ്പോൾ ഇക്വിറ്റി ആണെന്ന് പറയാം. അവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നേച്ചർ ഇക്വിറ്റി ആണെങ്കിൽ അതിലുള്ള കോസ്റ്റ് ഇവിടെ എടുക്കാൻ പറ്റില്ല. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നേച്ചർ ഡെറ്റ് ആണെങ്കിൽ, ബോറോവിങ് ആണെങ്കിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്റ്റാൻഡേർഡിനകത്ത് എന്തൊക്കെ കവേർഡ് ആകും എന്നുള്ളതിനകത്ത് അവർ തരുന്ന ഒരു ക്ലാരിഫിക്കേഷൻ. ഇനി അതിലേക്ക് കുറച്ചുകൂടി ചെല്ലുമ്പം സ്റ്റാൻഡേർഡ് പറയുന്ന ഒരു ഗൈഡൻസ് ഇതാണ്: ആൻ എൻറ്റിറ്റി ഈസ് നോട്ട് റിക്വയർഡ് ടു അപ്ലൈ ദി സ്റ്റാൻഡേർഡ്. ശ്രദ്ധിക്കുക, ഇതിന് മുമ്പുള്ള സ്കോപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ ദി സ്റ്റാൻഡേർഡ് ഈസ് നോട്ട് അപ്ലൈഡ് ഓൺ, അല്ലെ ദി സ്റ്റാൻഡേർഡ് ഈസ് ആപ്ലിക്കബിൾ ഓൺ ദിസ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളുടെ വേർഡിങ്സ് ഉള്ളത്. ഈ നോട്ട് റിക്വയർഡ് എന്നുള്ള ടെർമിനോളജി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുള്ളൂ. നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി അല്ല, നോട്ട് മാൻഡേറ്ററി, ഓപ്ഷണൽ ആണ് എന്നാണ്. അതായത് താഴെ പറയുന്ന ഐറ്റം ക്വാളിഫയിങ് അസറ്റിന്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്താൽ അവർക്ക് വേണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നേരെ എൻഡയർ എമൗണ്ടും P&L-ലേക്ക് ഇടാം. ഓക്കെ, ഈ സ്റ്റാൻഡേർഡിന്റെ പ്രൊവിഷൻസ് കമ്പൽസറി അല്ലാത്ത 2 സിറ്റുവേഷൻസ് സ്റ്റാൻഡേർഡ് സെല്ലേഴ്സ് തരുന്നുണ്ട്. ഓക്കെ ആണോ? ഈ സ്റ്റാൻഡേർഡിന്റെ പ്രൊവിഷൻസ് കമ്പൽസറി അല്ലാത്ത 2 സിറ്റുവേഷൻസ് സ്റ്റാൻഡേർഡ് സെല്ലേഴ്സ് തരുവാണ്. അതാണ് നമ്മൾ നോക്കുക. അതിൽ നോക്കിയേ, ഫസ്റ്റ് ആയിട്ട് അവർ പറയുന്നു ഒരു ക്വാളിഫയിങ് അസറ്റ് അത് യൂഷ്വലി ഫെയർ വാല്യൂവിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അതിനെ നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് മാൻഡേറ്ററിലി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, സപ്പോസ് ഞാനൊരു അസറ്റ്, ബയോളജിക്കൽ അസറ്റ് ഫെയർ വാല്യൂവിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ബയോളജിക്കൽ അസറ്റ് 1 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപ ഇൻകർ ചെയ്തു. അതിൽ ബോറോയിങ് കോസ്റ്റ് 10,000 രൂപയുണ്ട് എന്ന് വിചാരിക്കുക. ഞാനിത് ക്യാപിറ്റലൈസ് ചെയ്യുവാണെങ്കിൽ ബുക്സിൽ ഇയർ ഉണ്ടായപ്പം 10 വാല്യൂ വന്നിട്ടുണ്ടാവും. ഞാൻ ഇയർ എൻഡിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫെയർ വാല്യൂ ഒരു 1.5 ലക്ഷമാണെങ്കിൽ അതിലേക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 40,000 രൂപ P&L ഞാൻ ഇൻകം റെക്കോർഡ് ചെയ്യും, ഗെയിൻ റെക്കോർഡ് ചെയ്യും. അങ്ങനെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ഓക്കെ ആണോ?
അസറ്റിന് 1 ലക്ഷം രൂപ എന്താണ് കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്. ബോറോയിങ് കോസ്റ്റ് 10 നമ്മൾ ക്യാപിറ്റലൈസും ചെയ്തു. ക്യാപിറ്റലൈസേഷൻ ചെയ്താൽ ഇയർ എൻഡിൽ അതിന് ശേഷം 1.5 വാല്യൂ വന്നതെങ്കിൽ 40,000 നെറ്റ് ഇഫക്റ്റിൽ പി ആൻഡ് എല്ലിലേക്ക് ഞാൻ കൊണ്ടുപോകും. സപ്പോസ് ഈ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തില്ലെങ്കിൽ 1 ലക്ഷം ആയിരിക്കും എൻ്റെ ബുക്സിലെ വാല്യൂ അസറ്റിന്, 1.5 ആയിരിക്കും ഫെയർ വാല്യൂ, 50,000 ഗെയിൻ ആയിട്ട് പി ആൻഡ് എല്ലിൽ പോകും. ഈ 50,000 ഗെയിനും ഉണ്ടാവും, 10,000 പി ആൻഡ് എല്ലിലെ ബോറോയിങ് കോസ്റ്റ് എക്സ്പെൻസും കാണും. നെറ്റ് ഇഫക്റ്റിൽ പി ആൻഡ് എല്ലിൽ ഈ 40 തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡിൻ്റെ റിക്വയർമെൻറ്റ് അപ്ലൈ ചെയ്താലും ഇല്ലെങ്കിലും പി ആൻഡ് എല്ലിൽ അവസാനം പോകാൻ വേണ്ടി പോകുന്ന ഫിഗർ ഫെയർ വാല്യൂ ബേസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ സെയിം ആയിരിക്കും. ബാലൻസ് ഷീറ്റിൽ അവസാനം കിടക്കാൻ പോകുന്ന ഫിഗറും സെയിം ആയിരിക്കും. അപ്പോൾ ഇവരിത് ഫോളോ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഇവർക്ക് ഓപ്ഷണലാക്കി കൊടുത്തേക്കുന്നത്. ഏതെങ്കിലും ക്വാളിഫയിങ് അസറ്റ് ഫെയർ വാല്യൂവിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റാൻഡേർഡിൻ്റെ റിക്വയർമെൻറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നൗ നമുക്ക് രണ്ടാമത്തെ ആയിട്ട് നോക്കേണ്ടത് ഇൻവെൻ്ററീസ് that are manufactured or otherwise produced in large quantities on a repetitive basis. ലാർജ് ക്വാണ്ടിറ്റീസിൽ റെപ്പറ്റേറ്റീവ് ബേസിസിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻവെൻ്ററി ആണെങ്കിൽ അത് ക്വാളിഫയിങ് അസറ്റിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സ്റ്റാൻഡേർഡിൻ്റെ പ്രൊവിഷൻസ് ഓപ്ഷണലാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പം ഈ രണ്ടാമത്തെ സംഭവം ഇവരിതിന് കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ കോസ്റ്റ് കൺസ്ട്രെയിൻഡ് ആണ്. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്കിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, യൂസ്ഫുൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കുന്നതിൽ നമുക്ക് വരുന്നൊരു മേജർ ഹിൻഡ്രൻസ് ആണ് കോസ്റ്റ് കൺസ്ട്രെയിൻഡ്. നമുക്ക് കോസ്റ്റ് മേ എക്സീഡ് ദി ബെനിഫിറ്റ് ദാറ്റ് മേ ബി ഡിറൈവ്ഡ് ഫ്രം അപ്ലൈയിങ് വൺ പെർട്ടിക്കുലർ റിക്വയർമെൻറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, നമ്മളുടെ ഒരു കമ്പനി, ഇപ്പം ഇതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരു വിസ്കി മാനുഫാക്ചറിങ് കമ്പനി. ഓക്കെ, വിസ്കി മാനുഫാക്ചറിങ് കമ്പനി അവർ റെപ്പറ്റേറ്റീവ് ബേസിൽ കുറേ ലാർജ് ക്വാണ്ടിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു. 8 വർഷം 10 വർഷമൊക്കെ ആയിരിക്കും പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ. അപ്പോൾ അവിടെ നമുക്ക് ക്വാളിഫയിങ് അസറ്റിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലാർജ് ക്വാണ്ടിറ്റിയിൽ റെപ്പറ്റേറ്റീവ് ബേസിസിൽ ഇത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം അവിടെ റോ മെറ്റീരിയൽ ആയിട്ടിരിക്കുന്ന സ്റ്റോക്കിന് ക്വാളിഫയിങ് അസറ്റ് ആയിട്ടില്ല. അതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി നെസസറി ടു പ്രിപ്പയർ ദി അസറ്റ് ഇൻ പ്രോഗ്രസ് ആയിട്ടില്ല. അതിനെ അപ്പോൾ ക്യാപിറ്റലൈസേഷനിലേക്ക് കൊണ്ടുവരാറായിട്ടില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാണ്, ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ക്യാപിറ്റലൈസേഷൻ നിർത്തണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെയും ഗോഡൗണിൽ ഇരിക്കുവാണെങ്കിൽ അതിൽ ക്യാപിറ്റലൈസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. അപ്പം ഡേ ടു ഡേ ബേസിൽ പ്രൊഡക്ഷൻ കുറേ എണ്ണത്തിന് തീരും, കുറേ എണ്ണം അവിടെ സ്റ്റോക്കിലുണ്ടാവും, ചിലത് സ്റ്റോക്കിൽ കാണില്ല. അപ്പം കുറേ പിന്നെയും ഇൻവെൻ്ററി പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടി ഫുൾ ട്രാക്ക് വെച്ച് നമ്മൾ ഇതിൽ നിന്ന് എത്ര മാനുഫാക്ചർ ചെയ്തെന്ന് എത്ര ക്യാപിറ്റലൈസ് ചെയ്യാമെന്നൊക്കെ കണ്ടുപിടിച്ചാൽ പോലും നമുക്കിതിൻ്റെ ഒരു വർഷത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ഡിഫറൻസ് ഒക്കെ ഈ പറയുന്ന ഇമ്പാക്റ്റ് കൊണ്ട്, ഈ പറയുന്ന സംഭവം കൊണ്ട് ഒരു ഇമ്പാക്റ്റ് വരുള്ളൂ. കാരണം അവസാനം ക്ലോസിങ്ങിൽ ബുക്സിലിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഒരു ക്യാപിറ്റലൈസേഷൻ്റെ ഒരു മേജർ ഒരു എലമെൻറ്റ് കോസ്റ്റിലേക്ക് വരുള്ളൂ. അതും എത്രത്തോളം ഉണ്ടെന്ന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുമ്പോൾ ഇമ്പാക്റ്റ് വിൽ ബി വെരി മിനിമൽ ഇൻ ദി എൻഡ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ട്രാക്ക് റെക്കോർഡൊക്കെ വെച്ച് ഇതിനു വേണ്ടി ഈ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ആ കോസ്റ്റ് കൺസ്ട്രെയിൻ കൺസിഡർ ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലാതെ അത് ഓപ്ഷണലായിട്ട് ഈ സാധനം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഈ ലോജിക്കിൻ്റെ പുറത്താണ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ Ind AS 23യുടെ സ്കോപ്പ് ഉള്ളത്. ഇത് ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ബൈ ബോറോവിങ്സ് ഇൻകേർഡ് ബൈ ദി എൻറ്റിറ്റി ഇൻ കണക്ഷൻ വിത്ത് ദി ബോറോവിങ്സിലാണ് ആപ്ലിക്കബിൾ ആവുക. ആക്ച്വൽ or imputed cost of equity including preferred capital not classified as liabilityയിൽ ഇതിൻ്റെ റിക്വയർമെൻറ്റ് ആപ്ലിക്കബിൾ ആവില്ല. ഇനി ഒരു ക്വാളിഫയിങ് അസറ്റ് ഫെയർ വാല്യൂവിൽ വാല്യൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻവെൻട്രി ക്വാളിഫയിങ് അസറ്റിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെൻട്രി ദാറ്റ് ഇസ് മാനുഫാക്ചേർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓൺ എ റിപ്പറ്റേറ്റീവ് ബേസിസ് ആണെങ്കിലോ ഒന്നും ഈ സ്റ്റാൻഡേർഡിൻ്റെ റിക്വയർമെൻറ്റ് മാൻഡേറ്ററിലി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ രണ്ട് സിറ്റുവേഷനിൽ. ഇതാണ് സ്കോപ്പിൽ നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ആണോ?